മലയാണോ വീട്? എന്താണ് സംഭവിച്ചത്? എന്താ? രാത്രി 1 മണിക്കാണ് പൊട്ട്. പൊട്ടിയപാട് ഞാൻ ഭാര്യയും ബാങ്കിലത്തെ ഒരു പയ്യനും നമ്മൾ വീട്ടിലെ വാടകയ്ക്ക് താമസം. ഞാൻ പെണ്ണുങ്ങൾ വെള്ളം അടിച്ച് തൂപ്പാനായി വീട്ടിൻ്റെ അകത്തേക്ക് കയറി. കമ്പികളും മുട്ടികളും അതും ഇതും പെണ്ണുങ്ങൾ പിന്നെ ചളി കുടുങ്ങി. ഞാൻ മരിച്ചിട്ട് വരുന്നില്ല. അങ്ങനെ ബാങ്കിലത്തെ ചെക്കനും വന്നിട്ട് എവിടെ അത്ത ഉമ്മ അത് നമ്മളോടെ താമസം. അങ്ങനെ അവൻ വന്നിട്ട് അവൻ്റെ സഹായത്തോടെ കൂടിയാണ് ഉമ്മ എൻ്റെ പെണ്ണുങ്ങളെ വലിച്ച് കയറ്റി. അങ്ങനെ മോൻ്റെ വീടുണ്ട് നേരെ എൻ്റെ തൊട്ടടുത്ത് തന്നെ മോൻ്റെ വീട്ടിൽ കയറി. മോൻ്റെ വീട്ടിൽ കയറിയിട്ട് പിന്നെ നോക്കുമ്പോൾ അവനും ആകെ ബേജാറില്ല. അവൻ്റെ കുട്ടികളൊക്കെ കൂടിയിട്ട് അവരും മേലെ കയറ്റി. രണ്ട് മേലത്തെ. അങ്ങനെ അവിടെ നിന്ന് ഞങ്ങളൊക്കെ കൂടി പെറുക്കിയിട്ട് രാത്രി ആ ചണ്ടീൻ്റെ ഉള്ളിൽ കൂടെ ഞാനും പെണ്ണുങ്ങളൊക്കെ താങ്ങിപ്പിടിച്ച് റോട്ടിലേക്ക് കയറി. റോട്ടിൽ കയറി വേറൊരു അടുത്ത വീട്ടിൽ പോയിട്ട് അവിടെ പോയി താമസിച്ചുകൊണ്ട് ഒക്കെ മേലത്തെ ചളിയെല്ലാം ഒരു കൊടുത്ത പണിയൊന്നുമില്ല. അങ്ങനെ അവിടെ പോയിട്ട് വെള്ളമെല്ലാം ഒഴിച്ച് ബാബു പറഞ്ഞ അവൻ്റെ വീട്ടിൽ പോയി വെള്ളമെല്ലാം ഒഴിച്ച് അങ്ങനെ അവിടെ നിൽക്കുമുണ്ട് പൊട്ടി. രണ്ടാമത്തും പൊട്ടി പറഞ്ഞു. അങ്ങനെ രണ്ടാമത്തെ പൊട്ടിയ പാട് ഞങ്ങൾ പെണ്ണുങ്ങളെ താങ്ങിപ്പിടിച്ച് എല്ലാം ഓടാൻ തുടങ്ങി. അവിടെ നിന്ന് ഓടി അങ്ങനെ ആംബുലൻസ് വരുന്നുണ്ടായി. അങ്ങനെ ആ വണ്ടിയിൽ അങ്ങോട്ട് കയറി നേരെ ഇങ്ങോട്ടേക്ക് വന്നു. മോനും കുട്ടികളൊക്കെ അങ്ങോട്ട് പോയി സ്കൂളിൽ മേപ്പാടി സ്കൂളിലാണ് അവർ. അപ്പോൾ അവരെ അവിടെ ആക്കി പെണ്ണുങ്ങൾ ഇങ്ങോട്ട് കൊണ്ടുവന്നു. പെണ്ണുങ്ങളിപ്പം മേലെ ഐസിയിൽ അവിടെ ഉണ്ട്, മേലുണ്ട്. ഓരോ പേര് ഉമ്മിൽ സലിമയാണ്. എൻ്റെ പേര് സുലൈമാൻ. എനിക്ക് 70 വയസ്സായി. അങ്ങനെ രക്ഷപ്പെട്ട് അവിടുന്ന് ഇറങ്ങുന്ന സമയത്ത് രണ്ടാമത് ഉരുൾപൊട്ട് കാണുന്നുണ്ട്. രണ്ടാമത്തെ പൊട്ടി. അപ്പം ഞങ്ങൾ ആ വീട്ടിലാണ്, അപ്പുറത്തെ വീട്ടിൽ കടന്നു. അങ്ങനെ അവിടെ നിന്നാണ് പിന്നെ ഞങ്ങൾ പെണ്ണുങ്ങളെ താങ്ങി പിടിച്ച് വരുമ്പോൾ ആംബുലൻസിൽ കയറി ഭാര്യ എത്തി, ആശുപത്രിയിലെത്തി. ഭാര്യ ഉണ്ട്. രണ്ടുപേരും ആണ് വീട്ടിലുണ്ടായ. രണ്ടുപേരും ആശുപത്രിയിലെത്തി. മോനൊക്കെ അങ്ങോട്ട് സ്കൂൾ മേപ്പാടി സ്കൂളിലാണ് മോനും കുട്ടികളൊക്കെ. അങ്ങനെ വന്നു. അതും അത്തരത്തിൽ ഈ അവിടെ നിന്ന് ഇവിടെ എത്തിയവരുടെ പ്രതികരണത്തിലേക്കാണ് നമ്മൾ പോയത്. 2 പേരാണ് വീട്ടിലുണ്ടായിരുന്ന ആ സമയത്ത്. അപ്പോൾ ഇവർ ഈ ചളിയിലൊക്കെ കുടുങ്ങിക്കിടക്കുന്ന നിലയിലായിരുന്നു. മറ്റൊരു അയൽവാസി വന്ന് ഇവരെ രക്ഷിക്കുകയായിരുന്നു ആ സമയത്തുണ്ടായത്. അവിടെ നിന്നാണ് ഇവിടെ ആശുപത്രിയിൽ എത്തിച്ചിരിക്കുന്നത് എന്നുള്ളതാണ്. എന്തായാലും 2 പേരും ജീവനോടെ തന്നെ ആശുപത്രിയിൽ എത്തി എന്നുള്ളത് ആശ്വാസകരമായി തന്നെ അദ്ദേഹം പങ്കുവെക്കുന്നുണ്ട്. അത്തരത്തിൽ കൂടുതൽ പേര് ഇപ്പോൾ നിലവിലെ നമുക്ക് ആശുപത്രി അധികൃതരൊക്കെ തരുന്ന കണക്കനുസരിച്ച് 77 പേര് ചികിത്സയിലുണ്ട്. അതിൽ 7 പേർ മരിച്ചിരിക്കുന്നു. ഗുരുതര തീവ്ര പരിചരണ വിഭാഗത്തിൽ 3 പേരുണ്ട്. ഒരു കുട്ടിയെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റും എന്നുൾപ്പെടെയുള്ള വിവരങ്ങൾ ആശുപത്രിയിൽ നിന്ന് ലഭിക്കുന്നു. ഓരോ മിനിറ്റിലും ആംബുലൻസ് ഇങ്ങോട്ടേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു. ചൂരൽമല ഭാഗത്ത് നിന്നുള്ള രക്ഷാപ്രവർത്തനം നടക്കുന്ന ആംബുലൻസ് ആണ് ഈ മേഖലയിലേക്ക് എത്തുന്നത്. ഈ മേഖലയിലേക്ക് നേരത്തെ സൈന്യം ഉൾപ്പെടെ പോകുന്ന ഒരു സാഹചര്യം നമ്മൾ ഈ വഴി വരുമ്പോൾ സൈന്യത്തിന്റെ വാഹനം ഉൾപ്പെടെ പോകുന്നുണ്ട്. വിവരങ്ങൾ നൽകിക്കൊണ്ട് ഇരിക്കുന്നത്.